ഫെബ്രുവരി മാസത്തെ തലപ്പിള്ളി താലൂക്ക് വികസന സമിതി യോഗം വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും താഴെ പറയുന്ന പ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. യോഗത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ ഹാജർ കുറവായതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. എല്ലാ വകുപ്പ് മേധാവികളും യോഗത്തിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്നും പങ്കെടുക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ അവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. റോഡ് പണി നടക്കുന്ന സ്ഥലങ്ങളിൽ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമായി ബന്ധപ്പെട്ട് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഇനിമേൽ റോഡ് പണി നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അപകട സൂചനാ ബോർഡുകൾ കൃത്യമായി സ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. ചെറുതുരുത്തി ഒലിച്ചി റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. 75 വയസ്സുള്ള ചിന്ന എന്ന സ്ത്രീക്ക് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും രസീത് നൽകാത്ത സംഭവം യോഗത്തിൽ ചർച്ച ചെയ്തു. എല്ലാ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരും പരാതിക്കാരുമായി നല്ല രീതിയിൽ പെരുമാറണമെന്നും രസീത് കൃത്യമായി നൽകണമെന്നും നിർദ്ദേശം നൽകി. നോ പാർക്കിംഗ് സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ട്രാഫിക്, മോട്ടോർ വാഹന വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. അവർ കൃത്യമായ ഇടവേളകളിൽ സ്ഥലങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കണം. സ്കൂൾ പരിസരങ്ങളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ എക്സൈസ് വകുപ്പിന് നിർദ്ദേശം നൽകി. തൃശൂർ ഷൊർണൂർ റോഡിൽ ഡിവൈഡറുകളുള്ള സ്റ്റോപ്പുകളിൽ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ട്രാഫിക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബസ് ബേകൾ നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. തൃശൂർ റൂട്ടിലോടുന്ന ബസ്സുകളിൽ ടിക്കറ്റ് നൽകാത്തതിനെക്കുറിച്ചും വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്നതിനെക്കുറിച്ചും പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ച് നടപടിയെടുക്കാൻ ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. നഗരസഭാ പരിധിയിൽ രാത്രികാലങ്ങളിൽ ഓട്ടോറിക്ഷകൾ നിയമപരമല്ലാതെ ഓട്ടം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിർദ്ദേശം നൽകി.